അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്, ഞാൻ എപ്പോഴും കംഫർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒന്ന് ഹാൻഡ് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആകെ നാല് സാധനങ്ങൾ കൊണ്ടാണ് നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് ഞാൻ പോകുന്നത്. അതിന് വേണ്ടി 2 ലിറ്റർ വെള്ളം വേണം. ഇതിൽ 1 ലിറ്റർ വെള്ളവും ഇതിൽ 1 ലിറ്റർ വെള്ളവും. അപ്പോൾ അതിലേക്കാണ് ഇത് ആഡ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ടുള്ള ആകെ 4 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ കോമ്പൗണ്ട്, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് സോൾട്ടാണ്. സോൾട്ട് കട്ട് ചെയ്ത് വെക്കണം. സോൾട്ട്, ഇത് ഫ്രാഗ്രൻസ്, മണത്തിന് വേണ്ടിയുള്ളതാണ്. ഇത് കളറിന് വേണ്ടിയുള്ളത്. ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഹാൻഡ് വാഷ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. പുറത്തുനിന്ന് വാങ്ങുകയും വേണ്ട. അതുപോലെ നമുക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യാനും പറ്റും നമുക്ക് ഈ ഹാൻഡ് വാഷ് ചെയ്യുന്നതിലൂടെ. അപ്പം വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാർക്കോ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു വരുമാനം നമുക്ക് നേടാനായിട്ട് കഴിയും. ആരുടെ സഹായമില്ലാതെ നമുക്ക് വരുമാനം നേടാനായിട്ട് കഴിയും. എങ്ങും ജോലിക്കൊന്നും പോകേണ്ടതായിട്ടും ഇല്ല. അപ്പം നമുക്ക് ഈ 4 സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഹാൻഡ് വാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് ആദ്യം ഈ സോൾട്ട്, 50 ഗ്രാമിൻ്റെ സോൾട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് തട്ടി കൊടുക്കുക. അത് നല്ലവണ്ണം ഇളക്കണം. ഒരു തവിയോ എന്തെങ്കിലും ഇതുപോലെ സ്പാച്ചിൻ്റെയോ എന്തെങ്കിലും വെച്ച് നമ്മൾ ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അപ്പോൾ കംഫർട്ട് ചെയ്യുന്നത് ഞാനൊന്ന് ഇതാക്കി. കംഫർട്ട് എല്ലാവരും ഉപയോഗിക്കത്തില്ല, കുറച്ച് ആൾക്കാർ മാത്രമാണ് കംഫർട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഹാൻഡ് വാഷ് ആണെങ്കിൽ ഒത്തിരി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കാത്ത ആൾക്കാർ ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് എപ്പോഴും പുറത്ത് പോയിട്ടൊക്കെ വരുന്ന സമയത്തും നമ്മൾ ബാത്റൂമിലൊക്കെ പോയിട്ട് വരുന്ന സമയത്തും ഒക്കെ ഒന്ന് നമ്മൾ ഹാൻഡ് വാഷ് എടുത്ത് ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പം നമുക്ക് ഹാൻഡ് വാഷ് ചെയ്താൽ നമുക്ക് നല്ലതായിരിക്കും. നമുക്കും വേണമല്ലോ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലേക്ക് നല്ലവണ്ണം ഈ ഉപ്പൊന്ന് അരിയിക്കണം. അപ്പോൾ അതങ്ങ് അരിഞ്ഞോളും. നമുക്ക് ഒന്നൽപ്പം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അടുത്തത് അതിലേക്കായിട്ട് ഹാൻഡ് വാഷിൻ്റെ ഈ ഒരു ലിക്വിഡ് ഫോമിലുള്ളത് ഇതിലേക്ക് ഒഴിക്കുകയും വേണം, ഇളക്കുകയും വേണം. ഒരുമിച്ച് തന്നെ ഇളക്കണം. ഇങ്ങനെ പതിയെ ഇളക്കണം. സ്പീഡ് കൂട്ടാതെ ഇങ്ങനെ ഇളക്കി വെള്ളമായിട്ട് നമ്മൾ യോജിപ്പിക്കണം. ഇത് അത്രയും ഇങ്ങനെ ഒഴിക്കണം. ഒഴിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരുപാട് സ്പീഡ് കൂട്ടുമ്പോൾ ഇതങ്ങ് പത വരും. പതങ്ങ് മാറും. എന്നാലും നമ്മൾ പതുക്കെ ഇത് ഒഴിക്കുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നാൽ മതി. പതിയെ ഇളക്കിയാൽ മതി. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വീട്ടിലിരുന്ന് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വേറെ ഒന്നും വേണ്ട. നമ്മൾ അടുപ്പിലൊന്നും കത്തിക്കുകയോ ഒന്നും വേണ്ട. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്ത് എടുക്കാം. പുറത്തുനിന്ന് നമുക്കൊന്നും വാങ്ങേണ്ടതായിട്ടില്ല. നമ്മുടെ വീട്ടിലത്തേക്കും ആകും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് സെയിൽ ചെയ്യാനും കഴിയും. ഞാനിതെല്ലാം ഇങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ നോക്കി ചെയ്യുന്നത്. അല്ലാതെ എങ്ങും പോയി പഠിച്ചിട്ടോ ഒന്നുമല്ല. എല്ലാം ഒരു ഇതിലങ്ങ് ചെയ്യുന്നതാണ്. അപ്പോൾ ആർക്ക് വേണോ ചെയ്യാം എന്നുള്ളതിനാണ് ഞാനങ്ങനെ പറഞ്ഞത്. ആർക്ക് വേണോ വീട്ടിൽ നിന്ന് ഇത് ചെയ്തെടുക്കാം. എന്നും നമുക്ക് ജോലിക്കോ ഒന്നും പോകേണ്ടതായിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ പ്ലാന്റ്സൊക്കെയാണ് ചെയ്യുന്നത്. പ്ലാന്റ്സും ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. എല്ലാവരും ഇതും എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തോണേ. എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിൻ്റേതായ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. ഞാൻ അതിൻ്റെ റിപ്ലൈ തരാം. അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. അപ്പോൾ അത് നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് ഒഴിച്ച് കഴിയാറായി. അപ്പോൾ ഇതാ നല്ല ഒരു കട്ടിയായിട്ട് വരുന്നുണ്ട്. അല്പം ഒന്ന് ഇതുകളെല്ലാം കൂടെ ഒഴിച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇളക്കുന്ന സമയത്ത് നല്ലോണം ഈ വെള്ളമായിട്ട് നല്ലോണം മിക്സ് ആവണം കേട്ടോ. നല്ലോണം മിക്സ് ആക്കണം. അപ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മളിതിനെ ഒന്ന് മിക്സാക്കി എടുക്കണം.
എല്ലാവരും ഒന്ന് ഇത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിലിരുന്ന് നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് കഴിയും. നമ്മൾ പുറത്ത് പോയി ജോലിയൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. എനിക്കും ജോലിയെല്ലാം ഉണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഒരു ആക്സിഡൻ്റൊക്കെ ആയ ശേഷം ആ ജോലിയെല്ലാം പോയതുകൊണ്ട് ഞാൻ പ്ലാൻസും ഇതും എല്ലാം ഓരോന്നും ചെയ്ത് ഞാൻ ഒരുപാട് പോയില്ല എന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഇത്. വീട്ടമ്മമാർക്ക് നല്ല ഒരു ജോലിയാണിത്. എങ്ങും പോകണ്ടല്ലോ ജോലിക്ക്. നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു വരുമാനം, ഒരുപാടല്ല ചെറിയൊരു വരുമാനം നമുക്ക് നേടാനായിട്ട് കഴിയും. എല്ലാം ഞാൻ ഇതിലുള്ളതെല്ലാം ഒഴിച്ച് കഴിഞ്ഞു. ഇതിലേക്ക് എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വെള്ളവും ഉപ്പ് വെള്ളവും എല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്ത് നല്ല കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കളറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 ml എടുക്കാം. നമുക്ക് 5 തുള്ളി ഒഴിച്ച് നോക്കാം. അപ്പോൾ കളറിനനുസരിച്ച് നമുക്ക് എടുക്കാമല്ലോ. 1 2 3 4 നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കളറിനനുസരിച്ച് നമുക്കിത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കളർ നോക്കാം. കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ കളറ് നമുക്ക് ആകാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നാലും ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 തുള്ളിയും കൂടെ നമുക്ക് ഒഴിക്കാം. എല്ലായിടത്തും നല്ലോണം യോജിപ്പിക്കണം. അപ്പോൾ എല്ലായിടത്തും ആ കളറൊന്ന് ആകും. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതെല്ലാം വാങ്ങാനായിട്ട് കിട്ടും. എൻ്റെ പെൺകുട്ടി ബഹളം കേട്ടോ. അവളെ മൈൻഡ് ചെയ്യാതെ ഞാൻ ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് അവളൊരു ബഹളം കാണിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു കളറാകാം അല്ലേ. ഒരു ലൈറ്റ് പിങ്ക് അല്ലേ ആയിട്ടുള്ളൂ. ഇത് സ്മെല്ലിനുള്ളതാണ്. ലൈറ്റ് പിങ്ക് ഷെയ്ഡേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 2-3 തുള്ളിയും കൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കളർ നമുക്ക് ചേർക്കാം കേട്ടോ. ആരോ പുറത്ത് വന്ന് കുങ്കി നല്ലോണം എല്ലാ സ്ഥലത്തും ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കളറെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഫ്രാഗ്രൻസും കൂടെ ആഡ് ചെയ്യാം. സ്മെല്ലിന് വേണ്ടിയുള്ളതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അത് മുഴുവൻ നമുക്ക് ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം. നല്ലോണം എല്ലാ സ്ഥലത്തും നമുക്ക് ഇത് മിക്സ് ആകണം. എല്ലാം ആഡ് ചെയ്ത് നല്ലോണം ആകുന്നത്. അപ്പോൾ നമ്മുടെ ഹാൻഡ് വാഷ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ബോട്ടിലേക്ക് പകർന്ന് വെച്ചാൽ മതി. നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യത്തിനും ആകും. നമുക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യാനും പറ്റും. നല്ലോണം ഇളക്കി കൊടുക്കണം. എല്ലാ സ്ഥലത്തും ആ സ്മെല്ല് വേണം. അപ്പോൾ നല്ലോണം മിക്സിങ് കറക്റ്റായിരിക്കണം. ഹാൻഡ് വാഷ് ഇതാ റെഡി ആയിരിക്കുകയാണ്. 10-15 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ഇതുപോലെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാൻഡ് വാഷ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ഞാൻ വീട്ടിലത്തേക്ക് എടുത്തു. അപ്പം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ വരുന്നതാണ്. എന്താ എന്നിട്ട് വളയുന്നുണ്ട്.
അപ്പം അതിന് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. വേണ്ട പതയം, നല്ല പതയുന്നുണ്ട്. അപ്പം നമ്മുടെ ഹാൻഡ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഹാൻഡ് വാഷ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ഹാൻഡ് വാഷ് ഇനിയിപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പോയി വാങ്ങിയോ ഒന്നും വേണ്ട, നമുക്ക് സെയിലും ചെയ്യാം വീട്ടിൽ ഇരുന്ന് തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.